ന്യൂനമർദ്ദത്തെ തുടർന്ന് യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ. വരും ദിവസങ്ങളിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വെസ്റ്റ് ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള ന്യൂനമർദ്ദമാണ് കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഒമാനിൽ രേഖപ്പെടുത്തുന്നത്. തെക്കൻ ബാത്ന ഗവർണറേറ്റിൽ വാഹനമൊഴുക്കിൽപ്പെട്ടാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. നിരവധി വാഹനങ്ങളും ഒഴുക്കിൽപ്പെട്ടു. മവാല പ്രദേശത്ത് ഒരു വീടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും സുരക്ഷാസേന രക്ഷപ്പെടുത്തി. വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുസന്തം, അൽ ബുറൈമി ഗവർണറേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. അൽദാഹിറ, നോർത്ത് അൽബത്തിന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഴയ്ക്കൊപ്പം മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുള്ളതിനാൽ വാദികളിലും താഴ്ന്ന പ്രദേശങ്ങളിലും പെട്ടെന്നുള്ള പ്രളയ സാധ്യതയും നിലനിൽക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാറ്റും കൂടുതൽ ശക്തമാകും. കാലാവസ്ഥാ മാറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം നിർദ്ദേശിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളക്കെട്ടുള്ള മേഖലകളിൽ നിന്നും അകലം പാലിക്കണമെന്നും വാദികൾ മുറിച്ചുകടക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ദൂരക്കാഴ്ച മറയാൻ സാധ്യതയുള്ളതിനാൽ വാഹനമോടിക്കുന്നവരും ജാഗ്രത പാലിക്കണം. ഇടിമിന്നലുള്ള സമയങ്ങളിൽ കടലിൽ പോകുന്നതും ഒഴിവാക്കണം. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ബൗഷർ അമ്രാത്ത് റോഡ് താൽക്കാലികമായി അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വാഹനമോടിക്കുന്നവർ ബദൽ പാതകൾ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ അറിയുന്നതിനായി ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ പിന്തുടരണമെന്നും അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടർ, ഒമാൻ.